ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ്. അതായത് നമ്മുടെ കപ്പ നമ്മൾ അടുപ്പിൽ വെച്ച് കനലിൽ ചുട്ട കപ്പയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ, കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മുളക് ചമ്മന്തിയുടെ റെസിപ്പിയുമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കി പിച്ചാത്തി വെച്ച് അതിനകത്ത് 2-3 ഇങ്ങനെ വരയൊക്കെ വരഞ്ഞതിന് ശേഷം നമുക്കൊരു വാഴയിലയിൽ വെച്ച് പൊതിഞ്ഞ് കെട്ടി നമുക്ക് കനലിലിട്ട് അടുപ്പിൽ തീ കത്തിച്ച് കനലിലിട്ട് നമുക്കതൊന്ന് ചുട്ടെടുക്കാം. നന്നായിട്ട് കഴുകി മണ്ണൊക്കെ കളഞ്ഞതാണ്. ഇനി അത് പിച്ചാത്തി വെച്ച് അതിൻ്റെ പുറത്തൂടെ 2-3 വരയൊക്കെ വരഞ്ഞിട്ടുണ്ട്. തൊലി എളുപ്പം ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഒരു വാഴയിലയിൽ വെച്ച് ഇനി ഞാൻ വാഴനാര് വെച്ച് കെട്ടി ഞാൻ അടുപ്പിലേക്ക് വെക്കുകയാണ്. നമ്മൾ വെളിയിലൊരു അടുപ്പ് കത്തിച്ച് അതിനകത്താണ് ഇത് കപ്പ ചുട്ടെടുക്കുന്നത്. നല്ല തീ കിടന്ന് കപ്പ നന്നായിട്ട് വെന്ത് വരട്ടെ. തിരിച്ച് മറിച്ചൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ അറ്റം ഒടിഞ്ഞു പോയി. ഇനി ഇതിങ്ങനെ പൊളന്ന് ഇതിനകത്തുനിന്ന് നമുക്ക് കപ്പ ഇങ്ങനെ ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഇളക്കിയെടുത്ത് നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് ആ വലിയ കപ്പയൊന്നും നമ്മൾ ആ പിച്ചാത്തിക്ക് വെട്ട് വെച്ചിരുന്നില്ലേ, അതിൽ നിന്ന് നമുക്കിത് ഇങ്ങനെ ഇളക്കി തൊലി മാറ്റിയെടുക്കാം. നല്ല രുചിയാണിത്. മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ ഒരുപാട് വട്ടം പണ്ട്, ഇപ്പം അങ്ങനെ ഇങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. പണ്ട് നമ്മളെപ്പോഴും കപ്പ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കനലിലിട്ടൊക്കെ ഒരുപാട് ചുട്ട് തിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് ചമ്മന്തി ഇവിടെ കൂട്ടി നല്ല ടേസ്റ്റാണ് മുളക് ചമ്മന്തിയാണ് ഈ ചുട്ട കപ്പയുടെ കൂടെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ മുളക് ചമ്മന്തി ഞാൻ ശരിക്കും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ കപ്പ ഉള്ളത് കൊണ്ടൊന്ന് ചുട്ട് റെഡിയാക്കിയതാണ്. അപ്പം നമ്മൾ മുളക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 10 ചെറിയ ഉള്ളിയും ഒരു 15 വറ്റൽമുളകും ഒരല്പം പിഴുപുളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ മുളക് ഞാനിപ്പോൾ ഒന്ന് കഴുകി എടുത്തത് കൊണ്ട് ആദ്യം മുളകിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റട്ടെ. അപ്പോൾ മുളക് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ, വെള്ളമൊക്കെ പറ്റി. നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോൾ നമുക്ക് ഒരു 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ മുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പിഴുപുളി, നമ്മുടെ ഈ ചമ്മന്തിക്ക് ആവശ്യമായ പുളി, അതും കൂടി ചേർത്ത് മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. ഇനി നമ്മളത് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, കുറച്ച് തരിതരിപ്പായിട്ടാണ് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത്. പണ്ട് എൻ്റെ അമ്മയൊക്കെ അരയ്ക്കുന്ന കല്ലിൽ വെച്ച് ഇടിച്ച് പൊടിയായിട്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുമായിരുന്നു കുഴവി വെച്ച്. അങ്ങനെയാണ് ഈ ചമ്മന്തി അന്ന് അമ്മ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. അപ്പം നമ്മൾ ഇതേപോലെ, ഇപ്പോൾ കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മിക്സിയിൽ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. പക്ഷെ ചോറൊക്കെ തിന്നാൻ അടിപൊളിയാണ്, നല്ല രുചിയാണ് ചമ്മന്തി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ഒരു പറ ചോറ് തന്നെ ഈ ചമ്മന്തിയും കൂട്ടി, വേറെ കറിയൊന്നും വേണ്ട. വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ചോറിൻ്റെ കൂടെ നല്ല കിടിലോസ്കി ചമ്മന്തിയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമ്മൾ വീഡിയോയിൽ ചമ്മന്തിക്ക് പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പറഞ്ഞപ്പം വിട്ടുപോയതാണ്.